വെണ്ടയ്ക്ക കൊണ്ടൊരു തോരൻ, വെണ്ടയ്ക്ക മുട്ടത്തോരൻ. അതിന് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 20 വെണ്ടയ്ക്ക നല്ല കഴുകി വൃത്തിയാക്കി സൈഡ് എല്ലാം വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: കടുക്, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങ, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു 4 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയാണ് ഈ തോരന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായി കട്ട് ചെയ്ത്, വെണ്ടയ്ക്കയെല്ലാം ഞാൻ വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ. നമുക്ക് ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. അത് പൊട്ടട്ടെ. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് കുഞ്ഞുള്ളി, 2 പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് സവാള അരിഞ്ഞത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി വാടുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതോടൊപ്പം മിക്സ് ചെയ്ത് ഇത്രയും വാടിയൊന്നാണ് സൈഡിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും കൂടെ ചേർത്ത് ഓയിലൊന്നും നോക്കി എല്ലാം കൂടെ നോക്കി അതിനോടൊപ്പം ഇളക്കി കൊടുക്കും. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കന്ന് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. തോരനെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് ആക്കിയ ശേഷം 2 മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിക്കാം. മുട്ടയിൽ നമുക്ക് 1 നുള്ളി ഉപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത്
ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയെല്ലാം നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെണ്ടയ്ക്കായും മുട്ടയും എല്ലാം കൂടെ. വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തണുക്കട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുന്നതിനായി നമ്മൾ അടച്ചു വയ്ക്കാം. അടപ്പം തുറക്കാം. വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി.